ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ്. പേര വിഭാഗത്തിനെ കുറിച്ച് പറയാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു VNR പേര പഴുത്ത് പാകമായി നിൽക്കുന്നുണ്ട്. ഇത് കേട്ടോ, നല്ലൊരു ഭംഗിയുള്ള അതുപോലെ തന്നെ കഴിക്കാൻ രുചികരമായിട്ടുള്ളൊരു പേരയാണ്, പാകമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിനെ കട്ട് ചെയ്ത് അതിന് എത്രയാണോ അതിൻ്റെ വെയിറ്റ് ഉള്ളതെന്നൊക്കെ നോക്കി നമുക്കത് കഴിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ഇതുപോലെ കുഞ്ഞ് ഡ്രമ്മിലൊക്കെ നട്ട് കഴിഞ്ഞാൽ നിറയെ കായ്ക്കും കേട്ടോ. പിന്നെ നമ്മളിത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പേരയ്ക്കകൾ ധാരാളം ഉണ്ടാവും. ഇത് നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കളയാനുള്ളതല്ല, ഞങ്ങളത് കട്ട് ചെയ്ത് എയർ ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് എയർ ലെയർ ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് VNR എന്ന് പറയുന്ന പേരയാണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല തൂക്കവും അതുപോലെ തന്നെ കണ്ടോ നല്ല മഞ്ഞ കളറും ഒക്കെ ആയിട്ട് കിട്ടുന്ന. ശരി, ആയിക്കോട്ടെ, ശരി, വൃത്തിയാക്കിയല്ലേ? കുഞ്ഞിനാകെ ആവേശത്തിലാണ്. പറിക്കാം? മുറിക്കാം, നമുക്ക് വെച്ച് മുറിക്കുമോ? അപ്പം അങ്ങ് മുറിച്ചെടുക്കാം. ഇതുണ്ടോ, അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്, മഞ്ഞ കളറായിട്ടുണ്ട്, വേറെ കംപ്ലൈൻറ്റ് ഒന്നും വരാതെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് ആദ്യം ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഇത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കാമോ? അപ്പോൾ നമുക്കിത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കി നോക്കാം. 246 ഗ്രാം, അതായത് ഏകദേശം 1/4 കിലോയോളം നമുക്ക് ഒരു പേരയ്ക്ക് തന്നെ വെയിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. മെഷീനിൽ ഉറുമ്പുണ്ടോ? ഈ ചെനക്കൊല്ല പോട്ടെ, നമുക്കിത് മാറ്റി വയ്ക്കാം അല്ലേ? മാറിക്കാം. ഇതാണ് VNR. നല്ല കളറല്ലേ? നമുക്കിത് എങ്ങനെയുണ്ടെന്ന് മുറിച്ച് നോക്കാം. നോക്കിയാൽ കുഞ്ഞാ, നോക്കിയേ, അതിൻ്റെ ഉൾവശം നോക്കിയേ, കണ്ടോ, നല്ല പഴുത്ത് പാകമായിട്ടുണ്ട്. മണമുണ്ടോ നോക്കാം. നല്ല പേരക്കേടതായിട്ടുള്ള മണമുണ്ട്, നല്ല സുഗന്ധമുള്ള പേര തന്നെയാണ്. ഇനി മുറിക്കാം, നോക്കാം. പേരയ്ക്ക മുറിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ കഷ്ണം കിട്ടും കേട്ടോ. നല്ല പഴുത്ത പേരയ്ക്കയാണ്. കുഞ്ഞെ കഴിക്കാൻ പോവാ? എങ്ങനെയുണ്ട്? കഴിച്ച് നോക്കിയിട്ട് പറ, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ടോ? നോക്കട്ടെ, ഇഷ്ടപ്പെട്ടോ? ഏതാണ് ഈ പേരയുടെ പേര് പറഞ്ഞേ? പൂക്കളല്ല, ഇതാണ് VNR പേര. ഏതാണ്? ഇതാണ് VNR പേര. ഇഷ്ടപ്പെട്ടോ? മധുരം ഉണ്ടോ? ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കട്ടെ. നല്ല മധുരമുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മധുരമുണ്ട്. അതിനൊരു കാരണമുണ്ട്. നമ്മളെപ്പോഴും ഈ ഫ്രൂട്ട് പ്ലാന്റുകൾ നടുമ്പോൾ നമ്മൾ മറ്റുള്ള ഈ ഓർഗാനിക് വളങ്ങളല്ലാതെ, ജൈവ വളങ്ങളല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഇംഗ്ലീഷ് വളങ്ങൾ, അതായത് എന്താ പറയുക, യൂറിയ, ആക്ടംബോസ് അതുപോലുള്ള വേറെ വളങ്ങളൊന്നും കൊടുക്കരുത്. ഈ ജൈവ വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല മധുരമായിട്ട് ഈ ഫ്രൂട്ട്സ് എല്ലാം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല മധുരമുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ടോ? കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. ഒരു വീട്ടിൽ ഒരു പേര ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാടധികം പേരയ്ക്ക കഴിക്കാൻ കഴിയും. പിന്നെ നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനനുസരിച്ച് ഇതുപോലെ വേറെ പുഴുക്കയോ കംപ്ലൈൻറ്റോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പേരയ്ക്ക കിട്ടും. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ പേര നടാം. പ്രത്യേകിച്ച് VNR ധൈര്യമായിട്ട് നടാം കേട്ടോ. കണ്ടോ, അതാണ് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇൻസൈഡ് മധുരമുള്ള ഭാഗം എടുത്ത് കഴിച്ചിട്ടാണ് പുറത്ത് വെച്ച് തന്നേക്കുക. പുറം വശം, എൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുമുണ്ട്, ഉള്ളിൽ നല്ല മധുരമുണ്ട് അല്ലേ? ഇതുപോലെ പേര ഡ്രമ്മിൽ നട്ടു കഴിഞ്ഞാൽ ആദ്യ ഭാഗം ഇതുപോലെ ഹൈറ്റായിട്ടായിരിക്കും വളരുക. പിന്നെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചുകളുണ്ടാവും. ജൈവവളം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ബുഷായിട്ട് വളരും. ഇനി ഇതിങ്ങനെ പൊക്കത്തിന് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ പേരയ്ക്ക പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊമ്പ് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യാറാണ് പതിവുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും പുതിയ പുതിയ പേരയ്ക്കകൾ കായ്ക്കുകയും ചെയ്യും. അതുകൂടാതെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനെയും ബ്രാഞ്ചസ് ആക്കിയെടുക്കും. ബ്രാഞ്ചുകളായിട്ട് വരുന്ന ഓരോ ബ്രാഞ്ചിലും ഇതുപോലെ പേരയ്ക്കകൾ ഉണ്ടായി വരും കേട്ടോ.
അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളൊരു ഡ്രമ്മിൽ ഒരു പേരേനെ ട്രെയിൻ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം ഇത് നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയുന്നതിനേക്കാളും കാഴ്ച പേരയാണല്ലോ. ഇവിടെ എയർ ലെയർ ചെയ്ത് ഇതിനെ ഒരു തൈയായിട്ട് നമുക്ക് എടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇത് അതിനുവേണ്ടി നിർത്തിയൊക്കെയാണ്. അടുത്ത ദിവസം തന്നെ ഇത് ചെയ്യും. അപ്പോൾ ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. എയർ ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കുവാനും കഴിയുമല്ലോ. അത് പിന്നെ ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഈ VNRൻ്റെ തന്നെ ഇത് കണ്ടോ, നല്ല തൈകൾ അവൈലബിൾ ആണ്. ഇത് ഓൾറെഡി പൂക്കളായതും ഇത് കണ്ടോ, ഇത് പൂക്കൾ മാറി കായ്ച്ചിട്ടുണ്ട് കേട്ടോ, കായ്ച്ചിട്ടുണ്ടാകും. നല്ല ബ്രാഞ്ചായിട്ട് കണ്ടോ, കുഞ്ഞി പേരയ്ക്കായിട്ട് ഉണ്ട്. ഇതുപോലെ VNRൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് കൊറിയർ അയച്ചു തരാൻ കഴിയും കേട്ടോ. നിലവിൽ എല്ലാ ആൾക്കാരും എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പിയാണെന്ന് നമ്മൾ കരുതുന്നു. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ ഡെസ്പാച്ച് ചെയ്യാനും ഒക്കെ ഉള്ള സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള സംവിധാനങ്ങളാക്കിയിട്ടുണ്ട്. അപ്പോൾ VNRൻ്റെ പേരത്തൈകൾ ലഭ്യമാണ്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അഡ്രസ്സും പിൻകോഡും ഡീറ്റെയിൽസും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇത് കൊറിയർ ചെയ്ത് തരാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ പേര ഇനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഓരോ പേരയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് കാണിച്ചു തരികയും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കൺവിൻസ്ഡ് ആവും. മുന്നേ നമ്മൾ തായ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടധികം ആൾക്കാർ അത് വാങ്ങി. എനിക്ക് തോന്നുന്നു 10,000-3000 പേരിലധികം നമ്മുടെ തായ്പിങ്ങിൻ്റെ പേര നമ്മളിന്ന് വാങ്ങിയായിരുന്നു. നല്ല പേരയായിരുന്നു. അതുപോലെ ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അടുത്ത് തന്നെ നമുക്ക് ജപ്പാൻ പേരയുണ്ട്, അതുപോലെ തന്നെ L41 എന്നുള്ള ഇനമുണ്ട്. അതുപോലെ നമുക്ക് 3-4 ഇനങ്ങൾ അവൈലബിൾ ആണ്. ഓരോന്നും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുതിയ നല്ല ട്രെൻഡിങ് കണ്ടൻറ്റുകളുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഇതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.